രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ ഈ ഒരു കറി ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാട്ടോ. ഇതിൽ നമ്മൾ തേങ്ങ അതുപോലെ തന്നെ തേങ്ങാപ്പാലൊന്നും ചേർക്കണില്ല, അത്ര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്താലുള്ള അളവുകളാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ന് എടുക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഈ ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് കൂടുതൽ സ്വാദ്, അതുകൊണ്ട് അതന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ എണ്ണ ചൂടായതു അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാലാണ് ഈ ഒരു കറിയുടെ കറക്റ്റായിട്ടുള്ള ഒരു സ്വാദ് കിട്ടുക. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി ചോറ്, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, അതുപോലെ തന്നെ ആപ്പം, അതിനൊക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ കുറച്ചധികം ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിനും അതുപോലെ വൈകുന്നേരത്തെ ടിഫിനും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത് ഇതിലേക്ക് ചേർക്കേണ്ടത് നീളത്തിലരിഞ്ഞ കുറച്ച് സവാളയാണ്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചവാസനയൊക്കെ പോകാനായിട്ടാണ് നമ്മൾ വഴറ്റണത്. അടുത്ത ഇതിലേക്ക് ചെറുതായി മുറിച്ച തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം വഴറ്റിയെടുക്കണം. ഇതിൽ ആ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മസാലയായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാവണം. അതുപോലെ നന്നായിട്ട് നല്ല സ്റ്റിഫായി കിടക്കാതെ സോഫ്റ്റ് ആവണം തക്കാളി. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ച് എടുക്കണം. നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ തന്നെ വരുന്ന വെള്ളം കൊണ്ട് ഇത് കുറച്ച് വെന്ത് കിട്ടും. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കുകയുള്ളൂ. അപ്പോൾ അടച്ചു വെച്ച ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അടച്ച് വെക്കുക. അങ്ങനെ വേണം പകുതി വേവിച്ചെടുക്കാനായിട്ട്. അതിന് ശേഷം ഞാനിവിടെ നന്നായി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്ത വെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. സവാള വഴറ്റണ സമയത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു. അടുത്ത് ഇവിടെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും. അപ്പോൾ എരിവ് എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. മുളക് പൊടിയെക്കാട്ടിലും നല്ലത് കുരുമുളക് പൊടി തന്നെയാണ് ചിക്കന്. അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നോക്കണ സമയത്ത് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മതിയാവും. ഗ്രേവിയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം പാത്രഭാഗം വന്ന ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ നമ്മുടെ ഈ ചിക്കൻ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ.